ആയിട്ട് 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ. മലപ്പുറം കാട്ടുങ്ങലിൽ 117 പവൻ കവർന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ പങ്ക് തെളിയിക്കുന്നതിനായി കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. മുഖ്യപ്രതിയും ജ്വല്ലറി ജീവനക്കാരനുമായ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശിയായ കടവത്ത് പറമ്പ് വീട്ടിൽ സിവേഷ് സ്വർണമെത്തിച്ച ജ്വല്ലറികളിലെ ദൃശ്യങ്ങൾ, കേസിലെ മറ്റു പ്രതികളായ സഹോദരൻ ബെൻസു, ഇവരുടെ സുഹൃത്ത് പെരിന്തൽമണ്ണ വലമ്പൂർ സ്വദേശി ഷിജു എന്നിവർ സ്വർണം കവർച്ച ചെയ്തതിനു ശേഷം സഞ്ചരിച്ച വഴികളിലെ ദൃശ്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിക്കും. ബാഗിൽ കൊണ്ടുപോകുകയായിരുന്ന സ്വർണം ബെൻസുവിന്റെ സ്കൂട്ടറിന് പിന്നിലിരുന്ന ഷിജു ആണ് എടുത്തത്. ഇയാളെ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ പരേഡും നടത്തും. ഇതിനായി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ. ദൃശ്യങ്ങൾ ശേഖരിച്ചതിനു ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. കാട്ടുങ്ങലിലെ സംഭവം നടന്ന കച്ചവട സ്ഥാപനത്തിന് മുന്നിലെത്തിച്ചു തെളിവെടുക്കും. പ്രതികളുടെ സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. മലപ്പുറം കോട്ടപ്പടിയിലെ നിഖില ബാംഗിൾസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ സിവേഷ് ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം സഹോദരനെയും സുഹൃത്തിനെയും ഉപയോഗിച്ച് കവരുകയായിരുന്നു. വാഹന നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ പിടിയിലായത്. പ്രതികൾ കവർച്ച ചെയ്ത സ്വർണം സിവേഷിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേരി, കീഴ്ശ്ശേരി ഭാഗങ്ങളിലെ ജ്വല്ലറികളിൽ സ്വർണത്തിന്റെ മോഡലുകൾ കാണിച്ച ശേഷം മലപ്പുറത്തേക്ക് മടങ്ങുകയായിരുന്നു ഇരുവരും. സിവേഷിന്റെ നിർദ്ദേശപ്രകാരം ബെൻസുവും ഷിജുവും മറ്റൊരു സ്കൂട്ടറിലെത്തി സ്വർണം സൂക്ഷിച്ച ബാഗുമായി കടന്നു കളയുകയായിരുന്നു. പ്രതികൾ ബാഗ് തട്ടിയെടുത്ത് ബൈക്കിൽ രക്ഷപ്പെടുന്നത് കണ്ട ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷിദ് ദുരൂഹത തോന്നി പ്രതികളെ പിന്തുടർന്ന് വാഹനത്തിന്റെ ഫോട്ടോ എടുത്തു. ഇതിലെ വാഹന നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ മണിക്കൂറുകൾക്കകം പിടിയിലായത്. പണം ഞങ്ങൾ തരും.